കാര്യം നമുക്ക് ആവർത്തിച്ച് പറയേണ്ടി വരുന്ന ഒരു ഗതികേടുണ്ട്. മാധ്യമങ്ങളെ കണ്ടുകൊള്ളൂ, കല്ലുവെച്ച നുണ പറയാതിരിക്കാനായി കാണൂ. ഇനി നിങ്ങൾ ഇതേ നുണപ്രചാരണം തുടങ്ങിയാലും അതിന്റെ ആയുസ് നിങ്ങൾ ഇന്ന് കണ്ടല്ലോ വി ഡി സതീശ. അതിനെ അടുത്ത മാധ്യമ സമ്മേളനത്തിൽ ഇരിക്കുമ്പോൾ ഓർക്കുന്നത് നല്ലത്. സുജയ പറഞ്ഞു. വയനാട് തുരങ്കപാത. എന്താണ് വയനാട് തുരങ്കപാതയുടെ പ്രാധാന്യം? വർഷത്തിൽ ഏതാണ്ട് 1 മാസത്തിലധികം നഷ്ടപ്പെടുന്നവരാണ് വയനാട്ടുകാർ. താമരശ്ശേരി ചുരം വയനാട്ടുകാരുടെ ജീവിതത്തിന്റെ 1 മാസം, അതായത് 30 ദിവസം കവരുന്ന താമരശ്ശേരി ചുരം, അതിനുള്ള ബദലായിരുന്നു മേപ്പാടി കക്കാടംപൊയിൽ തുരങ്കപാത. എങ്ങനെയാണ്? ഇത്രയധികം കോംപ്ലക്സ് ആയ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുമ്പോൾ അതിന് കുറേയധികം അനുമതികളൊക്കെ വേണ്ടേ? എല്ലാ അനുമതികളും നേടിയതിനു ശേഷമാണ് ഈ പദ്ധതിക്ക് അംഗീകാരം നൽകിയതും നിർമ്മാണം ആരംഭിച്ചത്. ലോകത്ത് തന്നെ ഏറ്റവും സുരക്ഷിതമായ മാർഗങ്ങളിൽ ഒന്നായി കണക്കാക്കുന്നതാണ് തുരങ്കപാതകൾ. ഇന്ത്യയിൽ തന്നെയുള്ള അടൽ ടണലിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇനി ഇത്തരം വലിയ പദ്ധതികൾ നടക്കുന്ന ഘട്ടത്തിൽ സർക്കാർ സംവിധാനങ്ങൾ എല്ലാ മാസവും കൃത്യമായ മേൽനോട്ടം നടത്താറുണ്ട്, അവലോകന യോഗങ്ങൾ ചേരാറുണ്ട്, നിർമ്മാണ പുരോഗതികൾ വിലയിരുത്താറുണ്ട്. വലിയ പദ്ധതികളെല്ലാം അങ്ങനെ തന്നെയാണ്. ഇന്നിപ്പോൾ കമ്പനിക്ക് വീഴ്ചയുണ്ട് എന്നൊക്കെയാണ് നമ്മുടെ മന്ത്രിമാർ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ കഴിഞ്ഞ 2 മാസങ്ങളിൽ എന്തുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ ഒന്നും തന്നെ നടക്കാത്തത്? തലങ്ങും വിലങ്ങുമുള്ള ഉദ്യോഗസ്ഥ സ്ഥലം മാറ്റം ഈ പദ്ധതിയെ ബാധിക്കും എന്നറിയാത്ത ഇള്ളാ കുട്ടികളൊന്നുമല്ലല്ലോ നമ്മുടെ സർക്കാർ. കരാർ കമ്പനിയെ മോണിറ്റർ ചെയ്യേണ്ടതും കാര്യങ്ങൾ നടത്തിക്കേണ്ടതും സർക്കാരല്ലേ? ഇത്തരം നിർമ്മാണ പ്രവൃത്തികൾ നടക്കുമ്പോൾ കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ നടത്തേണ്ടതും. അങ്ങനെയാണ് നിർമ്മാണം നടക്കുന്നത്. അത് പരിശോധിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതും ഇവിടത്തെ മന്ത്രിമാരും MLA-മാരും ഉദ്യോഗസ്ഥരും ഒക്കെയാണ്. അങ്ങനെ വിലയിരുത്തൽ പുതിയ സർക്കാർ വന്നപ്പോൾ നടപ്പിലാക്കിയില്ല എന്നല്ലേ വ്യക്തമാകുന്നത്? ബക്കാഡിക്കും സ്മിർനോഫിനും നൽകുന്ന പരിഗണനയുടെ 10-1 പോലും ഇതിന് നൽകിയില്ല എന്നല്ലേ ഇതിന്റെ അർത്ഥം? കാരണം അന്വേഷിച്ച് എങ്ങും പോകണ്ട. പരസ്പരം ന്യായീകരണം കണ്ടെത്തി പഴിചാരുന്ന മന്ത്രിമാരെയും മുഖ്യമന്ത്രിയെയും നോക്കിയാൽ മതി. എവിടെയാണ് വീഴ്ചയെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം.